വരട്ടെ, നേരത്തെ വന്നതാണ്, പക്ഷെ ഇപ്പൊ വരണം. നമുക്ക് എന്ത് സംഭവങ്ങളും പുതുതായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉടനെ പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പറയും. ഞങ്ങള് ദേപുട്ട് എന്ന റെസ്റ്റോറന്റ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ടുള്ള ആശയം പറഞ്ഞപ്പോ ചേച്ചി ഞങ്ങളിങ്ങനെ ഒരു ഇത് തുടങ്ങുകയാണ്, അപ്പൊ അതില് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ ഉടനെ തന്നെ ആള് വന്നു. ഉദ്ഘാടനം ഞങ്ങള് 5 സുഹൃത്തുക്കളുടെ അമ്മമാര് ചേർന്നാണ്. അതിൽ ഒരാളുടെ അമ്മ മരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡാ ഇത് ഞങ്ങളുടെ അമ്മയാണ്, ഇനി നിന്റെയും കൂടി അമ്മയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ട് ചേച്ചി ആ സ്ഥാനത്ത് നിന്നിട്ട് ഉദ്ഘാടനം ചെയ്തു, വിളക്ക് കത്തിച്ചു. അതിനുശേഷം കാലിക്കറ്റ് ഇതുപോലെ തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ദേപുട്ട് റെസ്റ്റോറന്റ് ആസ്ഥാന ഉദ്ഘാടകയാണ്. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടാച്ചി ഒരു കാര്യം ചേച്ചിയുടെ ഇന്ന് സത്യം ചെയ്ത് വാങ്ങിക്കണം, ഈ ഉദ്ഘാടക വേറെ റെസ്റ്റോറന്റുകളൊന്നും ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ പാടില്ല, ദേപുട്ടിന്റെ മാത്രം അസറ്റാണ് എന്നുള്ളതൊന്നും ഒരു സത്യം വാങ്ങിച്ചേക്കണം. അല്ല, ഞാൻ പോകാറില്ല. ഞാൻ ദിലീപിന്റെ ഇതിന് പൈസ കിട്ടുന്നത് മുടക്കണ അല്ല, അതല്ല, അങ്ങനെ പറയാൻ പറ്റും. പറഞ്ഞു കേട്ടില്ല, ഇനി വേറെ സ്ഥലത്തൊന്നും പോരുതെന്ന്. അത് ഞാൻ പോകാറുണ്ടല്ലോ, അത് അവിടെ പറഞ്ഞിട്ടല്ലല്ലോ. കാശ് കിട്ടുന്ന സ്ഥലത്ത് പോകും, അല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്റെ കുടുംബസ്വത്തൊന്നുമില്ല. വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടിയാലല്ലേ ചില്ലറ പൈസ. ദിലീപിനെ ക്ഷമിക്കണം. എന്താ കാരണം വെച്ചാൽ, അല്ലെങ്കിൽ ദിലീപ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാസം 2 ലക്ഷം രൂപ ലളിത് ചേച്ചിയുടെ അക്കൗണ്ടിൽ കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ പറഞ്ഞ തരാറുണ്ട് എനിക്ക്. ഞാൻ ഉള്ള കാര്യം പറയാം, സത്യം. എന്റെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് മനസ്സ് വിഷമിക്കുകയോ എന്തെങ്കിലും എന്റെ കണ്ണ് നിറയുകയോ ചെയ്താൽ അപ്പൊ വിളിക്കും ദിലീപ് എന്നെ. എന്താ ചേച്ചി? ഒന്നുമില്ല, എന്റെ മോടെ കല്യാണം ഓർത്ത് വെച്ചിട്ട് കല്യാണത്തിന്റെ തലേ ദിവസം, അല്ല നിശ്ചയത്തിന്റെ തലേ ദിവസം ഒരു പൈസയില്ല വീട്ടില്. എന്റെ ഒരു ഫ്രണ്ടാണ് ഇത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, എന്റെ കസിൻ ട്രിവാൻഡ്രത്തുള്ള. അപ്പൊ അവളുടെ മാല കൊണ്ടുവരാൻ പിറ്റേ ദിവസം കല്യാണ നിശ്ചയത്തിന് ഇടാന്ന് പറഞ്ഞിട്ടിരുന്ന അന്ന് ദിലീപ് എനിക്ക് പൈസ കൊടുത്തയച്ചു വീട്ടില്. ആരും ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. കൊണ്ടു തന്നത് സുരേഷാണ്, മേനകയുടെ ഹസ്ബൻഡ് സുരേഷാണ്. അപ്പൊ പോയി അപ്പൊ തന്നെ പോയി ഒരു ആഭരണം, അതേപോലെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാശൊക്കെ റെഡി ആയോ മുതലാളി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല ദിലീപ്, ഇതാ ഇപ്പൊ അങ്ങോട്ട് വരും ഒരാളെന്ന് പറഞ്ഞു. പറയാൻ പറ്റാത്ത അത്രയും പൈസ എനിക്ക് കൊടുത്തയച്ചു. ഈ കടമൊന്നും വീട്ടാൻ പറ്റില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ ഇതുവരെ അതൊട്ട് കൊടുത്തിട്ടുമില്ല, വേണോന്ന് ഞാനും ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം വേറെ എന്താന്നറിയില്ല, കഴിഞ്ഞ ജന്മത്തെ സുഹൃത്തോ എന്താന്നറിയില്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് വിളിച്ച് പറയും. ഞാനും അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദിലീപിനെ വിളിക്കാത്ത ദിവസങ്ങളില്ല.